അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാവില്ലേ, നമ്മൾ ദുആ ചെയ്യുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടണമെന്നില്ലേ? നമ്മൾ തന്നെ വിചാരിക്കും, എൻ്റെ ഈ ആഗ്രഹം നടക്കുമോ, നടക്കില്ല എന്ന് പോലും നമ്മൾ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ പോലും ഇത് ഈ ഒരു ഒറ്റ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിറവേറി കിട്ടിയതായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സൂറത്ത് ആരോടും മിണ്ടാതെ സുബഹി നമസ്കാരത്തിന് ശേഷം ഓതുകയാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ പോലും അറിയാത്ത വഴിയിലൂടെ അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അതിന് കുറച്ച് ക്ഷമ വേണം. ഞാൻ ഇന്ന് ഈ സൂറത്ത് ഓതി, പിറ്റേന്ന് എനിക്കത് വേണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. വാശി പിടിച്ചിട്ടും കാര്യമില്ല. കാരണം അതിനൊക്കെ അതിൻ്റെതായ സമയങ്ങളുണ്ട്. നമ്മൾ പ്രയത്നിക്കുക, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയുക. ഹൈറായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കത് തരും. അല്ലെങ്കിൽ ഹൈറായിട്ടുള്ള കാര്യമായിരിക്കില്ല, അതായിരിക്കും അള്ളാഹു നമ്മൾക്ക് തരാനത് എന്നും പറഞ്ഞ് നമ്മൾ ക്ഷമയുള്ളവരാവുക. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ നമ്മൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിരിക്കും. നമ്മൾ കുറച്ച് ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ഇപ്പം നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന ഈ സൂറത്ത്, അല്ലെങ്കിൽ ളുഹർ നമസ്കാരത്തിന് ശേഷം എപ്പോഴാണോ നമ്മൾക്ക് ഒന്നെങ്കിൽ സുബഹി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ളുഹർ തിരഞ്ഞെടുക്കാം. ഞാൻ ളുഹർ നമസ്കാരത്തിന് ശേഷമാണ് ഇത് ഓതാറുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഉത്തമമായ ഒരു നമസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഫതഹ് ആണ് ഓതേണ്ടത്. സൂറത്തുൽ ഫതഹ് ഒരു പ്രാവശ്യം ഓതിയതിനു ശേഷം 489 പ്രാവശ്യം യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മുൽ 489 പ്രാവശ്യം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് വെറും 7 ദിവസത്തേക്കാണ് ഇത് ഓതേണ്ടത്. 7 ദിവസം നിയത്ത് വെച്ച് നമ്മൾ ഇത് ഓതുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നീ മറന്നു പോയി കഴിഞ്ഞാൽ പോയി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കൽ നിന്റെ ആ ആഗ്രഹം സാധിച്ചു തരും. ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ. അല്ലാതെ ഞാൻ വീട്ടിൽ ചുമ്മാതിരുന്നിട്ട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, സൂറത്തുൽ ഫതഹ് ഓതുന്നുണ്ട്, അന്നേരം എനിക്ക് എൻ്റെ റബ്ബ് തരും എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ല. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രയത്നം കുറച്ച് തരും. നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല തരും. അല്ലാതെ കഷ്ടപ്പെടാനൊന്നും വയ്യ എനിക്ക്, ഞാൻ ദുആ ചെയ്ത് നമസ്കരിച്ച് വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നമസ്കാരവും വേണം കേട്ടോ. നമ്മുടെ ഹാർഡ് വർക്കും നമസ്കാരവും ഇതെല്ലാം ഒരുപോലെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് പതിവാക്കുക. ഇത് നമുക്ക് ലഭിക്കും. ഞാൻ ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരും എന്ന് ദൃഢമായ വിശ്വാസത്തോടു കൂടി ഇത് ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചൊല്ലുക. ഹൈറായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാതെ മറ്റുള്ളവരും മുടിയാനും മുഷിയാനും വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ഉള്ള ഒരു നെഗറ്റീവ് ചീത്ത സ്വഭാവം നമ്മൾക്ക് വന്നു ചേരും. അതിൻ്റെ ഒരു പ്രതിഫലം നല്ല പ്രതിഫലമായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.